നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയല്ല, ഇടപെടുകയാണ് പ്രവാസ ലോകം. പ്രളയം മലയാളക്കരയെ മുങ്ങിയെടുക്കാൻ മിനുക്കപ്പെട്ടപ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ സഹജീവികൾക്കായി ഊണും ഉറക്കവും ഒഴിച്ച് തെരുവോരങ്ങൾ അലഞ്ഞ് വിഭവങ്ങൾ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു പ്രവാസ ലോകത്തെ ആ മനുഷ്യർ എന്ന് മലയാളികൾ അറിയുന്നുണ്ടോ? കൊറോണ ഭീതി മൂലം ആട്ടിയകറ്റിയ കഥകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചപ്പോൾ ആ വലിയ മനസ്സുകൾക്ക് വേദനിച്ചിട്ടുണ്ടാകും. ഒന്ന് തലചായ്ക്കാൻ ഒരിടം നൽകാതെ കൊറോണയെ പേടിച്ച് ഓരോ പ്രവാസിയെയും ആട്ടിയകറ്റിയ കാഴ്ചകൾ. എന്നിട്ടും സംസ്ഥാനത്ത് പേമാരി പെയ്തിറങ്ങിയപ്പോൾ സംഭവിച്ച വിലാപങ്ങൾക്ക് കാരുണ്യത്തിന്റെ പേമാരിയായി പ്രവാസ ലോകം നാട്ടിലേക്ക് സഹായഹസ്തം ഒഴുക്കിയ വാർത്ത ഏറെ ആശ്വാസമാണ് നൽകുന്നത്. ചെറുതും വലുതുമായ കൂട്ടായ്മകൾ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ കാർഗോയിൽ ആവശ്യ സാധനങ്ങൾ അയച്ചും കീശയിലെ അവസാന ദിർഹം പകുത്തു നൽകിയും നാട്ടുകാരെ ഹൃദയത്തോട് ചേർത്തു നിർത്തി. പ്രവാസിയുടെ വിയർപ്പിന്റെ ഫലമെത്താത്ത ദുരിതാശ്വാസ ക്യാമ്പുകളോ വെള്ളം കയറിയ വീടുകളോ ഉണ്ടാകില്ല. പ്രവാസി കൂട്ടായ്മകൾ മത്സരിച്ചായിരുന്നു നാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചത്. പ്രളയ ദുരന്തത്തിൽ മനുഷ്യരെ കരക്കെത്തിക്കാൻ കഴിയാതെ മലയാളി വിറങ്ങലിച്ചു നിന്നപ്പോൾ വിദേശികളുടെ ഉടമസ്ഥയിലുള്ള ഗ്രാൻഡ് വെൽ ഷിപ്പ്യാർഡ് കമ്പനി 2 ബോട്ടുകൾ തന്നെ നൽകി സഹകരിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ലൈഫ് റാഫറ്റ് ബോട്ടുകളാണ് മലയാളക്കരയ്ക്ക് UAE-യിൽ നിന്ന് ലഭിച്ചത്. കപ്പലുകൾക്ക് അപകടം പറ്റിയാൽ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന 25 പേർക്ക് കയറാവുന്ന തരത്തിലുള്ള ബോട്ടുകളായിരുന്നു ഇത്. ഏകദേശം 2.25 ലക്ഷം രൂപ വില വരുന്ന ലൈഫ് റാഫറ്റുകളായിരുന്നു ഇവ ഓരോന്നും. അങ്ങനെ ചെറുതും വലുതുമായ സഹായസ്ഥങ്ങളുമായി മലയാളിയുടെ കരുതൽ. കൊറോണ പ്രതിസന്ധിയിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ചപ്പോഴും പ്രവാസ ലോകം ഉണർന്നു പ്രവർത്തിച്ചു. ജന്മനാട്ടിലെ സർക്കാരുകൾ പ്രവാസികളോട് സാമൂഹ്യ അകലം പാലിച്ചപ്പോഴും പ്രവാസികൾ ഒരമ്മ പെറ്റ മക്കളെ പോലെ പരസ്പര സഹായം കൊണ്ട് സഹോദര ബന്ധം ഉയർത്തിപ്പിടിച്ചു. വിമാനം ചാർട്ടർ ചെയ്തും നാട്ടിലെത്തുന്നവർക്ക് ആവശ്യമായ സഹായം ഒരുക്കും പരസ്പരം മത്സരിച്ചു. അറിഞ്ഞവരെല്ലാം അന്താളിച്ചു പോയ കരിപ്പൂർ വിമാനാപകടത്തിൽ പ്രവാസികളുടെ സഹായസ്ഥമെത്തി. ദുരന്ത വാർത്ത ചെവിയിലെത്തി മരവിച്ചു മാറുമ്പോഴേക്കും ഇവർ സടക്കുടഞ്ഞെഴുന്നേറ്റു. ഓൺലൈനിൽ തപ്പി യാത്രക്കാരുടെ പട്ടിക എടുത്തു.